ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ദുരന്തറിന്റെ രണ്ടാം ഭാഗം. ഇപ്പൊ ആ സിനിമ മാർച്ച് 19 തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഗംഭീര ഇനീഷ്യലാണ്, ഗംഭീര അഭിപ്രായങ്ങളാണ്. രണ്ടഭിപ്രായങ്ങളുണ്ട്, എങ്കിലും ഗംഭീര അഭിപ്രായങ്ങളാണ്. വമ്പൻ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ദുരന്തർ എന്ന് പറയുന്നത് അന്ന് രൺവീർ സിംഗ് എന്ന് പറയുന്ന ഒരു നടന് വലിയ ഒരു എന്താ പറയാ, ഒരു റീബർത്ത് എന്നൊക്കെ. അദ്ദേഹം ഹിറ്റുകളുണ്ട്, ഫ്ലോപ്പുകളുണ്ട്. പക്ഷെ ഇനി രൺവീർ സിംഗിന്റെ കരിയറിൽ ദുരന്തറിന് മുമ്പ്, ദുരന്തറിന് ശേഷം എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ ഒരു സിനിമ ആദിത്യ ദർ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം പ്രിയദർശന് ഭയങ്കര പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. പ്രിയദർശനൊക്കെ ദുരന്തറിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അദ്ദേഹം അദ്ദേഹം കൂടിയാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷനിൽ. അദ്ദേഹവും ജിയോ സ്റ്റുഡിയോസും വേറെ ജ്യോതി ദേശ്പാണ്ഡെ എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും ഈ ഒരു സിനിമയുടെ ഒരു തുടക്കം ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ അതൊരു ഒരു സിനിമയായിട്ട് ആദ്യം ഒരു സീരീസ് ആയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തത്. ഏതെങ്കിലും ഒരു OTT പിച്ച് ചെയ്തിട്ട് ഒരു സീരീസ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇവർ ഇതിന്റെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയത്. പക്ഷെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇത് കുറച്ച് വലിയൊരു ക്യാൻവാസിൽ, അതായത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവരത് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ഷൂട്ട് തുടങ്ങി. പക്ഷെ ഷൂട്ട് തുടങ്ങിയപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ പറയാനുണ്ട്. നമ്മൾ ആ ഒരു സിനിമ ആദ്യത്തെ പാർട്ടായാലും ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടായാലും കണ്ടൊരുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ പറയാനുണ്ട്. അങ്ങനെ അത് രണ്ട് സിനിമയാക്കി അവരത് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ വർഷം വരെ അതൊരു എന്താ പറയുക, ഒരു ഗംഭീര വിജയം തന്നെയായിരുന്നു. അപ്പൊ ഈ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. കാരണം അവർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അതിൽ ആദിത്യ രാജ് കൗൾ എന്ന് പറഞ്ഞ NDTV സീനിയർ ആയിട്ടുള്ള ഒരു എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. അവിടുത്തെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം ഈ ആദിത്യദറിന്റെ ഒരു അടുത്ത സുഹൃത്തും കൂടി ആയതുകൊണ്ട് ഒരു റിസർച്ച് കൺസൾട്ടന്റ് ആയിട്ട് ഈ സിനിമയിൽ അദ്ദേഹം ജോലി ചെയ്തു. കാരണം അദ്ദേഹം 2022 ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സഹൂർ മിസ്റ്ററി എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ഇന്ത്യൻ നമ്മുടെ എയർലൈൻസിന്റെ 1999 ഹൈജാക്ക് ചെയ്തതിൽ അതിലെ ഭാഗമായിരിക്കുന്ന അതിലൊരു പ്രതിയായിരുന്നു. അതിനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കുറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആദിത്യദറിന്റെ കൂടെ കൂടുന്നു. അങ്ങനെയാണ് ദുരന്തർ സിനിമ അതിലേക്ക് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കൂടി എനിക്കൊണ്ട് 2 പാർട്ടും കൂടി ഏകദേശം 500 കോടിയുടെ ഒക്കെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ഫസ്റ്റ് പാർട്ട് അതൊരു റെക്കോർഡ് കളക്ഷൻ തന്നെ 1300 കോടിയായിരുന്നു അത് ഏകദേശം വേൾഡ് വൈഡ് കളക്ഷൻ. അതിൽ ഏകദേശം 1000 കോടിയുടെ അടുത്ത് ഇന്ത്യ തന്നെ കളക്ട് ചെയ്തു. എനിക്കൊന്ന് ഒരുപാട് സിനിമകളുടെ റെക്കോർഡൊക്കെ അന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ആദ്യത്തെ പാർട്ട് അന്ന് പർച്ചേസ് ചെയ്തത്. അന്ന് 85 കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് പർച്ചേസ് ചെയ്തത്. അതിന്റെ ഒരു സ്ട്രീമിംഗ് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തത്. അതായത് പുഷ്പ 2, അനിമൽ, ഇതിന്റെയൊക്കെ എല്ലാ റെക്കോർഡുകൾ, അതായത് ഇത്ര മണിക്കൂറുകൾ ഇത്ര പേര് കാണുമ്പോഴാണല്ലോ ഇതിന്റെയൊക്കെ ഒരു അളവ് അളക്കുന്നത്. എത്ര പേര് നമ്മൾ തിയേറ്ററിൽ എത്ര പേര് കണ്ടു, അല്ലെങ്കിൽ എത്ര കളക്ഷൻ കിട്ടുന്നു, ഇതിന്റെ സ്ട്രീം എത്ര പേര് ഇതിൽ കയറി OTT കണ്ടു, എത്ര മണിക്കൂറുകൾ കണ്ടു, സ്ട്രീമിംഗ് അവേഴ്സ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പുഷ്പേനെയും അനിമലിനെയും ഒക്കെ കടത്തിവെട്ടി എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഒരു സിനിമയ്ക്ക് രൺവീർ സിംഗിന്റെ 30 കോടി മുതൽ 50 കോടി വരെ, ഇവിടെ 2 സിനിമയ്ക്ക് കൂടി 50 കോടിയുടെ അടുത്താണ് രൺവീർ സിംഗിന്റെ പ്രതിഫലം കിട്ടിയിരിക്കുന്നത്. മാധവന് 9 കോടി, അക്ഷയ് ഖന്നിക്ക് 9 കോടി, സഞ്ജയ് ദത്തിന് 2.5 കോടി. എനിക്കൊന്ന് അതോ ഫസ്റ്റ് പാർട്ടിനാണോ, എന്തായാലും കോടികളാണ്. രൺവീർ ഇനി അങ്ങോട്ട് കോടികൾ കൂട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞത്, രൺവീറിന്റെ കരിയറിൽ ദുരന്തറിന് മുമ്പും ദുരന്തറിന് ശേഷവും എന്ന് പറയേണ്ടി വരും. ഈ സിനിമ അന്ന് GCCയിൽ ബാൻഡായിരുന്നു. കാരണം നമുക്കറിയാം, ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം, ആ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഇതിന്റെ അഭിപ്രായങ്ങളിൽ 2 അഭിപ്രായങ്ങൾ ഉള്ളത്. കാരണം ഈ ഒരു സിനിമ ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്കറിയാം ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള പ്രശ്നങ്ങളും, ദാവൂദ് ഇബ്രാഹിമും, അല്ലെങ്കിൽ ഞാൻ അതിന്റെ കുറെ കഥകളിലേക്കൊന്നും കിടക്കുന്നില്ല, എങ്കിലും അണ്ടർ കവർ ഏജന്റായിട്ട് പാകിസ്ഥാനിലും നമ്മുടെ അജിത് ഡോവലിനെയൊക്കെ പോലെയുള്ള വ്യക്തികളുടെ ജീവിതവും, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നതും, യുദ്ധങ്ങളും, ഇതെല്ലാം കൂടി പാകിസ്ഥാൻ തീവ്രവാദമൊക്കെ ചേർത്തിട്ടുള്ള കുറെ കഥകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ പലപ്പോഴും ഇതുപോലത്തെ സിനിമകൾ വേണ്ട. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കീർത്തി ചക്രയോ കാണ്ഡഹാറോ ഒക്കെ വിദേശത്ത് വേണ്ടത്. അവിടെ അങ്ങനെയാണ്. നമുക്കറിയാം, ഗൾഫിൽ എല്ലാ രാജ്യത്തു നിന്നും ആളുകളുണ്ട്. അവർക്ക് അവരുടേതായ കുറെ വിശ്വാസങ്ങളും കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ പാലിക്കാത്ത സിനിമകൾ അവിടെ പലപ്പോഴും ഈ പറയുന്ന ഒരു ഗേയോ അല്ലെങ്കിൽ ലെസ്ബിയൻ ഇതുപോലത്തെ ഉള്ള കഥകൾ വരുമ്പോൾ, അത് നമുക്കറിയാം, നമ്മുടെ മോഹൻലാലിന്റെ തന്നെ വൈശാഖിന്റെ ഒരു സിനിമ മോൺസ്റ്റർ, അതവിടെ അന്ന് കുറെ സീൻസ് കട്ട് ചെയ്തിട്ട്, അതിൽ ആ ഹണി റോസിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ ലെസ്ബിയൻ ക്യാരക്ടർ, അതിലെ കുറെ സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ടൊവിനോന്റെ ഒരു സിനിമ, അതിൽ ഇതേപോലെ തന്നെ, ഞാൻ ആ സിനിമ ഏതാണെന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ആ ഒരു സിനിമ ഇതുപോലെ തന്നെ അവിടെ സൗദി അറേബ്യയിലെ ഏതൊരു രാജ്യത്ത് ഇതുപോലെ തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അതിൽ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ GCC എന്തായാലും ഇപ്പോ യുദ്ധവും കാര്യങ്ങളും വന്നതോടുകൂടി പ്ലാൻ ചെയ്ത പല സിനിമകളും മാറ്റിയിരുന്നു. ഇപ്പോ നമ്മുടെ ടോക്സിക് എന്നുള്ള സിനിമയായിരുന്നു March 19, അതായത് ടോക്സിക്കും ദുരന്തർ 2 ആയിരുന്നു March 19 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതൊരു ഭയങ്കര മത്സരമായിരിക്കും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ടോക്സിക് അവർ മാറ്റി. കാരണം നമുക്കറിയാം ടോക്സിക് GCCയിലൊക്കെ നല്ലോണം കളക്ഷൻ കിട്ടുന്നതാണ്. പക്ഷെ ദുരന്തർ 2 അവർ മാറ്റിയില്ല. അതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയത് GCCയിലാണ് ഇപ്പൊ ഈ പറഞ്ഞ യുദ്ധം ശരിക്കും ബാധിച്ചിരിക്കുന്നത്. GCCയിൽ എന്തായാലും സിനിമ ഇറങ്ങുന്നില്ല ദുരന്തർ. പിന്നെന്താണ് നമുക്ക് 19 റിലീസ് ചെയ്ത ഈ പറഞ്ഞ 1300 കോടി രൂപ പാർട്ട് 1 കളക്ട് ചെയ്തതിൽ 300 കോടി മാത്രമേ എന്തോ പുറത്തുനിന്നുള്ളൂ. ബാക്കി 1000 കോടി ഇന്ത്യയിൽ തന്നെ. അപ്പൊ ഇന്ത്യയാണ് മേജർ ഒരു 80% അല്ലെങ്കിൽ 75% കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ നല്ലോണം കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിന് പുറത്തെ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യണം, എന്തിന് പേടിക്കണം? അതുകൊണ്ട് തന്നെ അവരത് ധൈര്യമായിട്ട് അവിടെ ഇറക്കി. അത് എന്താ പറയാ, പെയ്ഡ് പ്രിവ്യൂസ് വെച്ചിട്ട് ഇവർ ആദ്യം കളിച്ചു ഇന്ത്യയിൽ. നമുക്ക് March 19 ഒഫീഷ്യൽ റിലീസിംഗിൽ March 18 പെയ്ഡ് പ്രിവ്യൂ വെച്ചിട്ട് അതിപ്പോ ഒരു ട്രെൻഡാണ്. അതിൽ 75 കോടി രൂപയാണ് പെയ്ഡ് പ്രിവ്യൂ കളക്ട് ചെയ്തത്. ഇതിനു മുമ്പ് സ്ത്രീ 2 എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഹിറ്റായ സിനിമയാണ്. എനിക്ക് ആ ഒരു സിനിമയെ കുറിച്ച് സെപ്പറേറ്റ് നമ്മളൊരു എപ്പിസോഡ്, സ്ത്രീ അതിന് മുമ്പ് 1 2 ഒക്കെ ഉണ്ട്. ആ സ്ത്രീ 2 അതുവരെയുള്ള ഹിന്ദി സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയത്. അതിനുശേഷം പിന്നീട് അതിന്റെ റെക്കോർഡൊക്കെ പുഷ്പ 2 ആണോ ഒന്ന് ബ്രേക്ക് ചെയ്തത്. എന്തായാലും സ്ത്രീ 2 ഹിന്ദി സിനിമയിൽ തന്നെ ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. ആ ഒരു സിനിമ പെയ്ഡ് പ്രിവ്യൂ വെച്ചപ്പോൾ കിട്ടിയ കളക്ഷനെ ബ്രേക്ക് ചെയ്തതാണ് ഈ പറയുന്ന ദുരന്തർ 2. ഫസ്റ്റ് ഡേ ഇപ്പോൾ ഒഫീഷ്യലി വന്നിരിക്കുന്ന കളക്ഷൻ, ഡേ 1 വേൾഡ് വൈഡ് കളക്ഷൻ 240 കോടിയുടെ അടുത്താണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് പാർട്ട് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു പർച്ചേസ് ചെയ്ത്, നമ്മൾ പറഞ്ഞ 85 കോടിക്കാണ്. പാർട്ട് 2 ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് 150 കോടി രൂപയ്ക്കാണ് പാർട്ട് 2 എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ പെയ്ഡ് പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദി സിനിമയിലെ ബിഗ് സ്റ്റാർസ് ആരും ആ സിനിമയെ കുറിച്ചൊക്കെ, നമ്മുടെ ഖാൻമാരൊന്നും അങ്ങനെ ആ സിനിമയെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ചിലപ്പോൾ സിനിമ കാണാത്തോണ്ടായിരിക്കും. പക്ഷെ കരൺ ജോഹർ, കാർത്തിക് ആര്യൻ, രാകേഷ് റോഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രീതി സിന്ത, ഇവരൊക്കെ ഭയങ്കര ഭയങ്കര ഒപ്പീനിയൻ സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രീതി സിന്ത മൈൻഡ് ബ്ലോയിങ് എന്ന രീതിയിലാണ് പ്രീതി സിന്ത ഒരു പോസ്റ്റോ എവിടെയോ ഞാൻ വായിച്ചിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ പുകഴ്ത്തിയിരിക്കുന്നത് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലാണ്. അതിൽ അല്ലു അർജുൻ അല്ലു സിനിമാസ് എന്ന് പറഞ്ഞ പുതിയ ഒരു തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, ഒരു 4 സ്ക്രീനിൽ വെച്ച്. അതിൽ സാധാരണ ഓഡിയൻസിന്റെ കൂടെ അല്ലു അർജുൻ ആ സിനിമ കണ്ടിട്ട് ആ സിനിമ ഗംഭീര, അല്ലു അർജുൻ പറഞ്ഞത് ഇതൊരു പാട്രിയോട്ടിസം വിത്ത് സ്വാഗ്. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ദേശീയതയും സ്വാഗും, നമ്മളൊരു ദേശീയത ഒരു സിനിമ കാണിക്കാം, പക്ഷെ നമ്മൾ ദേശീയത മാത്രം കാണിച്ച ഒരു ഭയങ്കര ഡോക്യുമെന്ററി ഫോർമാറ്റിലല്ല സിനിമ ചെയ്തത്. ഇതൊരു പക്ക ഒരു ഭയങ്കര ഒരു മാസ് സ്വാഗ്, തിയേറ്ററിലേക്ക് നിന്ന് ഗൂസ്പംസ് കിട്ടുന്ന രീതിയിൽ കൈയടിച്ച് ബഹളം എന്താ പറയുക വിസിലടിക്കുന്ന തരത്തിലാണ് ആ സിനിമ ചെയ്തത്. ബ്ലാസ്റ്റ് എന്നാണ് അല്ലു അർജുൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജൂനിയർ NTR പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ക്ലാസ് എന്നാണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ രാം ചരൺ, വിജയ് ദേവരക്കൊണ്ട, ശങ്കർ, രാജമൗലി, എല്ലാവരും ഈ സിനിമയെ അതിഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അല്ലു അർജുനൊക്കെ പറഞ്ഞിട്ട് ഞാൻ വായിച്ചു, അത് ഞാൻ കണ്ടില്ല, ഞാൻ വായിച്ചത് എല്ലാവരും പറയും തെലുങ്ക് സിനിമയാണ്. പക്ഷെ ഇപ്പോൾ നോക്കൂ ഹിന്ദി സിനിമ ചെയ്തു വെച്ചിരിക്കണം നോക്കൂ. നമ്മുടെ ബോളിവുഡ് വളരെ വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോരുന്ന, അതിന് ഒരു ആശ്വാസമായിട്ട് കുറച്ച് ഹിറ്റുകളൊക്കെ ആയിരുന്നു. ഇടക്കാലത്ത് ജവാൻ ഹിറ്റായിരുന്നു, പത്താൻ ഹിറ്റായിരുന്നു, ഇപ്പത്തെ ഈ പറയുന്ന സ്ത്രീ 2 അതിൻ്റെ ഇടയ്ക്ക് ഹിറ്റായി. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് വരുന്നത്. കാരണം ഹിന്ദി സിനിമ കുറെ സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്തിലാണ് ദുരന്തർ വന്ന് ഹിറ്റായതും ഇപ്പൊ ദുരന്തർ 2 ഒക്കെ വരുന്നത്. പക്ഷെ ഇപ്പോ ഇതിനെതിരെ വരുന്ന ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലാണ്. അതിൽ ആദ്യം തന്നെ ഞാൻ വായിക്കാവുന്ന ഒരു കാര്യം, ദേവദത്ത് ഷാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഭീഷ്മ പർവ്വത്തിന്റെ ഒക്കെ ഒരു കോറൈറ്ററാണ്. ഇപ്പോ ഈ അടുത്തൊരു സിനിമ ഡയറക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തെറ്റായ ആശയങ്ങളെ സാധൂകരിക്കാൻ മികച്ച നിർമ്മാണ രീതികൾ ഉപയോഗിക്കുമ്പോൾ ആ സാങ്കേതിക മികവ് വെറും മാനിപ്പുലേഷൻ ടൂളായി മാത്രമേ മാറുള്ളൂ. അതായത് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ദുരന്തർ 2-നെ കുറിച്ചാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അത് ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇവിടെയുള്ള കേരളത്തിലെ കുറെ ആളുകൾ കമന്റുകളായിട്ട് എഴുതിയിരിക്കുന്നത്. കാരണം ഇത് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഗവൺമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡ, ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള പറയാം, പ്രൊപ്പഗാൻഡ സിനിമ എന്ന് നമ്മൾ
എന്താ പറയാ ആ ഒരു അതൊരു അങ്ങനത്തെ ഒരു യൂസേജ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമയിൽ മോദി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ മോദി ഗവൺമെന്റിനെ വെള്ളപൂശുന്നു, ഡിമോണിറ്റൈസേഷൻ നോട്ട് നിരോധനത്തിന് വെള്ളപൂശുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ഉണ്ട്. പക്ഷെ ഒരു നിഷ്പക്ഷ ഓഡിയൻസ് പറയണത്, ചില ആളുകൾ ഞാൻ വായിച്ച എഴുതിയിരിക്കുന്ന കമന്റ് ഞാൻ വായിച്ചു, ഈ ഒരു സിനിമയുടെ പ്രൊപ്പഗാൻഡ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ആസ് എ സിനിമ അതൊരു ഗംഭീരമാണ്. ഇത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്കറിയാം മലയാളത്തിലും തമിഴിലും ഒക്കെ പൊളിറ്റിക്സ് പറയുന്നത്, പ്രൊപ്പഗാൻഡ സിനിമകൾ, അജണ്ട സിനിമകൾ, ജാതി പൊളിറ്റിക്സ് പറയുന്ന എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ ഒരു സിനിമയായിട്ട് നിങ്ങൾ എടുത്ത് അതിൽ കുറച്ച് എന്റർടൈനിങ് ഫാക്ടേഴ്സ് ആഡ് ചെയ്ത് സിനിമകൾ പറഞ്ഞാൽ അത് വിജയിക്കും. അങ്ങനെ ചെയ്യാതെ വെറുതെ പൊളിറ്റിക്സ് മാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊപ്പഗാൻഡ, സംവിധായകന്റെയോ എഴുത്തുകാരന്റെയോ പ്രൊപ്പഗാൻഡ ഉദ്ദേശിച്ച് മാത്രം സിനിമകൾ ചെയ്തിട്ടുണ്ടോ ആ സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സിനിമകളുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. അത് തമിഴിലുമുണ്ട്, ഇവിടെ മലയാളത്തിലുണ്ട്. മലയാളത്തിൽ ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള സിനിമകളെല്ലാം പ്രൊപ്പഗാൻഡ മാത്രമാക്കി മാറ്റിയതുകൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ അത്യാവശ്യം ഈ പറയുന്ന എലിമെന്റ്സ് ഒക്കെ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന എലിമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനിടയിൽ മറ്റു 2 കമന്റ് ഞാൻ വായിച്ചതാണ്. കമലഹാസൻ വിശ്വരൂപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ബഹളം വെച്ചവരൊക്കെ ഈ സിനിമയ്ക്കെതിരെ ഇപ്പൊ ബഹളം വെക്കുന്നത് എന്തിന്? പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാനെ പറയുമ്പോൾ പൊള്ളുന്നത് കേരളത്തിലാണല്ലോ എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പ്രൊപ്പഗാൻഡ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രൊപ്പഗാൻഡയല്ല ശരിക്കും. ഇപ്പോൾ ലാൽ സലാം, നമുക്ക് അതിനൊരിക്കലും പ്രൊപ്പഗാൻഡ സിനിമ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഇടതുപക്ഷത്തിന്റെ കുറെ എല്ലാവർക്കും കോരിത്തരിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ലാൽ സലാം. അതിഗംഭീര സ്ക്രിപ്റ്റ്, അത് നമുക്ക് പറയാം. വർഗീസ് വൈദ്യനും അതുപോലെ ഗൗരിയമ്മ ഇവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളായിരുന്നു. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് നമ്മൾ കണ്ട് കൈയടിച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ ചില ഇടതുപക്ഷ നേതാക്കളെ കരിവാരി തേക്കാൻ എന്ന് പറഞ്ഞ് കുറെ മുരളി ഗോപിക്കെതിരെയൊക്കെ കുറെ കൊടി പിടിച്ചു. എമ്പുരാൻ വന്നു കഴിഞ്ഞപ്പോൾ അതേ മുരളി ഗോപിക്കെതിരെ തന്നെ എതിർ വിഭാഗം കൊടി പിടിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടത് കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമില്ലാത്ത കാണുമ്പോൾ പറ്റില്ല എന്ന് പറയണതിൽ കാര്യമില്ല. സിനിമയെ സിനിമയായി കാണുക. പിന്നെ പ്രത്യേകിച്ച് ദുരന്തർ 2 കുറിച്ച് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ തെലുങ്കിലെ ആളുകൾ എല്ലാവരും ആ സിനിമയെ കണ്ട് പുകഴ്ത്തുന്നു. എന്ത് മലയാളികൾക്ക് അത് എന്തുകൊണ്ട് പുകഴ്ത്താൻ? മലയാളത്തിലെ ഒരു നടൻ, ഏതെങ്കിലും ഒരു വലിയൊരു നടൻ, അറിയപ്പെടുന്ന ഒരു താരം ആ സിനിമയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് അറിയില്ല. എന്തായാലും അതിന്റെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ എപ്പോഴും ഇപ്പൊ തെലുങ്ക് ഓഡിയൻസിന്റെ ഈ പറഞ്ഞ അല്ലു അർജുനൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലു അർജുന ആയാലൊക്കെ ഇവരെല്ലാവരും മറ്റു ഭാഷയിലെ സിനിമകളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളത്തിലെ നടന്മാർ, ഇപ്പൊ ഞാനൊരു കമന്റ് കണ്ടിരുന്ന ഒരു കാര്യമാണ്, അത് വളരെ കറക്റ്റാണ്. പൃഥ്വിരാജ് എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മലയാള സിനിമ ഗംഭീരമാണ്, ഞങ്ങൾ ഞാൻ എന്നുള്ളതാണ് സംസാരിച്ചത്. പക്ഷെ ഒരിക്കൽ പോലും അവിടെ പോയിട്ട് അവിടുത്തെ ഭാഷയിലെ ഒരു സിനിമകളോ അവിടുത്തെ ഒരു നടനെ കുറിച്ചോ എടുത്തു പറഞ്ഞ് പുകഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ മലയാളികളുടെ ഇടയിൽ മലയാളികൾക്ക് കുറച്ച് ഒരു എന്താ പറയുക ഒരു പൊങ്ങച്ചം അത് ഉണ്ടോ മറ്റു ഭാഷകളെ നോക്കുമ്പോൾ എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ എന്താ പറയുക നമ്മളത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എൻ്റെ പല കമന്റുകൾ കണ്ടതും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിലെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. എന്തായാലും ദുരന്തർ 2 ഒരു സിനിമ എന്ന രീതിയിൽ മിസ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആട് 2 ഇറങ്ങിയിട്ടുണ്ട്. ആട് 2നും ഈ പറഞ്ഞ 2 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല കളക്ഷനാണ്. ഞാൻ പറഞ്ഞ സിനിമകൾ തിയേറ്ററിൽ കളക്ട് ചെയ്യട്ടെ, അത് തന്നെയാണ് നമുക്കൊക്കെ വേണ്ടത്. ഏതൊരു സിനിമയിലും തിയേറ്ററിൽ കളക്ട് ചെയ്യുമ്പോൾ അതൊരു ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. ആ ഒരു ഇൻഡസ്ട്രി ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്ന മറ്റ് ഇൻഡസ്ട്രീസിലും വ്യക്തികൾക്കൊക്കെ അതൊരു ഗുണം തന്നെയാണ്. എന്തായാലും ദുരന്തർ 2 കാണാത്തവർ കാണുക, കണ്ടിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യുക.